നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര നാളായിട്ട് ഞാൻ അമ്മയൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുക. അമ്മയെ മാത്രമല്ല, DKയുടെ ഈ മരുമക്കളെ മായ, ചിത്ര. ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ. കള്ളിയാ, ഭയങ്കര കള്ളി. പോയപ്പോ എന്നോട് പറയാതെ ഒറ്റ പോക്കങ്ങ് പോയി. അമ്മയ്ക്ക് ഭഗവാനിൽ ലയിക്കാൻ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ പ്രായം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ചിരിയും. എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നോട്. വെള്ളം. താങ്ക്സ്. എന്റെ അമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയാ. പക്ഷേ മരിച്ചുപോയി. അല്ല, കൊന്നു. ഇവൻ അമ്മയുടെ ഈ മകൻ DK. ഇവനാ എന്റെ അമ്മയെ കൊന്നത്. വിഘ്നേഷ്, MP വിഘ്നേഷ്. യെസ്, ഞാനത്. അമ്മയില്ലാതായിപ്പോയ ആ മകൻ ഞാൻ തന്നെയാണ്. നിന്റെ അമ്മ മരിച്ചതിന് കാരണം ഞാനല്ല, നീ തന്നെയാ. നോ, നീ കള്ളം പറയുന്നു DK. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം മകന്റെ വിവാഹം മുടങ്ങിയതിന്റെ ആഘാതത്തിൽ ഹൃദയം പൊട്ടിയ എന്റെ അമ്മ പോയത്. ആ കല്യാണം മുടക്കി അവളെയും കൊണ്ടുപോയത് നീയും നിന്റെ ഭാര്യയും കൂടി ചേർന്ന. അതിന്റെ ഫലം നീയും നിന്റെ ഭാര്യയും ഈ കുടുംബവും അനുഭവിക്കണം. അനുഭവിപ്പിക്കും, ഞാൻ അനുഭവിപ്പിക്കും. നിങ്ങളുടെ ഈ ദൈവം എന്റെ ലൈഫ് തകർത്തു. എന്റെ MP സ്ഥാനവും നഷ്ടമാവും. ഒരു പെണ്ണിനെ നോക്കാൻ പറ്റാത്തവൻ എങ്ങനെ നാട് നോക്കും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ DK? അമലെ എനിക്ക് തിരിച്ചു വേണം. തിരിച്ച് തന്നേ പറ്റൂ. എനിക്ക് അവളെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജയിക്കാൻ. നിനക്കറിയോ, അന്ന് കല്യാണത്തിന്റെ റിസപ്ഷന് വേണ്ടി ഞാനും അവളും കൂടിയുള്ള 100 കട്ടൗട്ടുകളാ എന്റെ മണ്ഡലത്തിൽ വാരി വിതറിയത്. അതെല്ലാം ആളുകൾ കീറിക്കളഞ്ഞു. ഇനി എനിക്കത് വീണ്ടും ഉയർത്തണം DK. എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. നീയും നിന്റെ അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും നിന്റെ ഈ അമരാവതി വീടും ചരിത്രത്തിൽ പോലും ഉണ്ടാവില്ല. എന്തു പോകത്തിനാണ് നീ പറയുന്നേ? അമല എന്റെ മരുമകളാ. അവളെ നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? തിരിച്ചു തരാൻ അവളെന്താ നിന്റെ ഞങ്ങളെ കടം മേടിച്ചതാണോ? മര്യാദയ്ക്ക് പൊക്കോണം.
പൊരുത്തം കെട്ടിയ പെണ്ണിനെ വേണമെന്ന് പറയാൻ എന്ത് മര്യാദയുള്ളത്? അവൾക്ക് വേണ്ടി എന്റെ മോൻ ഒരുപാട് അനുഭവിച്ചതാ. ഭ്രാന്താശുപത്രി വരെ നടത്തും. അതറിയോ നിനക്ക്? നോ, എനിക്കതൊന്നും അറിയണ്ട. അവളെ തിരിച്ചു കൊണ്ടുപോയി ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ ജയിച്ചു എന്ന് കാണിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും DK. അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അധികാരം ഒരു ഭ്രാന്ത DK. അത് കയ്യിന്ന് പോയാ എല്ലാം പോവും. കഴിഞ്ഞ 50 കൊല്ലമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന ആ മണ്ഡലത്തിലെ MP. എന്റെ മുത്തച്ഛൻ, എന്റെ അച്ഛൻ, എന്റെ ജ്യേഷ്ഠൻ, ഇപ്പൊ ഈ ഞാനിപ്പോ തോൽവിയുടെ വക്കിൽ നാണം കെട്ട് നിൽക്കുക. എനിക്കവളെ തിരിച്ചു കൊണ്ടു ചെന്ന് ജനങ്ങളുടെ മുന്നിൽ ഭാര്യയായി കാണിച്ചേ പറ്റൂ DK. ഇതൊന്നും നടക്കില്ല വിഘ്നേഷ്. ഈ വീടിന്റെ സമാധാനവും സന്തോഷമാണ് നീ ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. അത് നടക്കില്ല. അതിനുള്ള കളിയാണ് നീ ഇതുവരെ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതെങ്കിൽ ഇപ്പൊ കളി നേർക്ക് നേരെയാ. എന്റെ ചങ്കില ഞാൻ എന്റെ ഈ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ പോലും എനിക്കത് സഹിക്കില്ല. ഇവിടെ നിന്ന് ഇത്രയും പറയാൻ നിന്നെ ഞാൻ അനുവദിച്ചു തന്നെ എന്റെ മാന്യതയായിട്ട് കണ്ടാ മതി. ഇനി നിനക്ക് പോവാം. പറ്റില്ല DK. ഞാൻ വിചാരിച്ചത് നേടാതെ തിരിച്ചു പോകില്ല ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.